ചില കാര്യങ്ങൾ നമ്മുടെ കൺട്രോളിലല്ല. നമുക്കത് ചിലപ്പോൾ നമ്മുടെ പാസ്റ്റിൽ സംഭവിച്ചു പോയ കാര്യങ്ങളായിരിക്കാം. അത് നമ്മുടെ കൺട്രോളിൽ ഇപ്പോൾ ഇല്ല. ഇപ്പം എനിക്ക് പുറകോട്ട് പോയിട്ട് അത് തിരുത്താൻ കഴിയില്ല. അപ്പം അതിന് തിരുത്താൻ കഴിയില്ല എന്ന് ഞാൻ മനസ്സിലാക്കണം, അല്ലെങ്കിൽ അതിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. ചിലപ്പോൾ നമ്മൾ ഒരാളോട് പെരുമാറിയത് മോശമായിപ്പോയി, ഓക്കെ, ഇനി അത് ആവർത്തിക്കാതിരിക്കാൻ എന്ത് ചെയ്യാം എന്നേ നമുക്കിനി നോക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവരോട് നമുക്ക് ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിക്കാം, അന്ന് അങ്ങനെ സംഭവിച്ചു പോയത് അറിയാതെയാണ് എന്ന് പറഞ്ഞ് രണ്ടു പേർക്കും കൂടെ സംസാരിക്കാം. അല്ലാതെ ഞാനത് ചെയ്തല്ലോ എന്നൊരു സാധനം ഇങ്ങനെ മനസ്സിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ നെഗറ്റിവിറ്റി നമ്മളെ മൊത്തത്തിൽ ബാധിക്കും. പിന്നെ അവരോട് സംസാരിക്കാം എന്ന് പറഞ്ഞെടുത്ത് ഞാനൊന്ന് ഇൻ്റർവ്യൂ ചെയ്യുവാണ്. ഇപ്പോൾ രണ്ട് പേര് തമ്മിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരാളോട് മറ്റൊരാൾ പറഞ്ഞൊരു വാചകമോ അല്ലെങ്കിൽ അയാൾ പറഞ്ഞൊരു അസ്ഥാനത്തുള്ളൊരു തമാശയോ എന്തോ നമ്മുടെ ഉള്ളിൽ കുടുങ്ങി, നമ്മളത് കുറേ കാലം കൊണ്ടു നടക്കുന്നു. പക്ഷെ നമ്മൾ സംസാരിച്ച് തീർക്കാൻ തീരുമാനിക്കുന്നു, നമ്മളവിടെ ചെല്ലുന്നു, അയാളോട് പറയുന്നു, സംസാരിക്കുന്നു. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന റെസ്പോൺസ് അല്ല അവിടെ നിന്ന് കിട്ടുന്നത്. അതായത് അയാൾ ഇതിനെ ഒട്ടും പോസിറ്റീവായല്ല കാണുന്നതെന്ന് വിചാരിക്കുക. അതായത് ഇതിനൊക്കെയാണോ നീ വിഷമിക്കുന്നത്, എന്നെ അത്ര പോലും നിനക്ക് മനസ്സിലാവില്ലെങ്കിൽ എനിക്ക് ഫ്രണ്ട്ഷിപ്പ് വേണ്ട എന്നയാൾ പറയുകയാണെങ്കിൽ അതിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് മനസ്സ് നമുക്ക് വേണം. അല്ല, നമ്മൾ എടുക്കുന്ന ആക്ഷൻ ഒരു റിയാക്ഷൻ ഉണ്ടാവും. അത് നെഗറ്റീവോ പോസിറ്റീവോ ആയിരിക്കും. അത് നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറായിട്ട് തന്നെ ഇത്ര മൂവ് നടത്താൻ പാടില്ല.